സ്ഥിരം സഞ്ചരിക്കുന്ന വഴി 12 വർഷമായി സ്കൂട്ടറിൽ ഈ വഴി യാത്ര ചെയ്യുന്നു. ഒരിക്കൽ പോലും കാട്ടുപന്നിയെ റോഡിൽ കണ്ടിട്ടില്ല. ഓർക്കുമ്പോൾ പത്തനംതിട്ട ആങ്ങമൂഴി സ്വദേശിനി പ്രിയയ്ക്ക് മനസ്സിൽ നിന്നും ഭീതിമായുന്നില്ല. ജീവൻ തിരികെ കിട്ടിയത് ഭാഗ്യം. റോഡിന്റെ ഒരു വശത്തു നിന്നും കാട്ടുപന്നി പാഞ്ഞു വന്ന് സ്കൂട്ടർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ദൂരേക്ക് തെറിച്ചു വീണു. പിന്നെ ഒന്നും ഓർമ്മയില്ല. പത്തനംതിട്ടയിലെ ആശുപത്രി കിടക്കയിൽ കിടന്നുകൊണ്ട് പ്രിയ പറഞ്ഞു, എന്നും ഡ്യൂട്ടിക്ക് സ്കൂട്ടിക്കാണ് വരുന്നത്. ഇന്നലെ അതുപോലെ വന്നു. നമ്മുടെ ആ ഡെൽറ്റാപ്പടി എന്ന് പറയും, അവിടുന്ന് സാധാരണ സ്പീഡിൽ വന്നു. ഇറക്കമായപ്പോഴത്തേനും വലിയ ഒരു പന്നിയേ ഉള്ളായിരുന്നു. പക്ഷേ ഇച്ചിരി നല്ല ഒറ്റയാനായിരുന്നെന്ന് തോന്നുന്നു. വലിയൊരു പന്നി വന്നു. നമ്മളിങ്ങോട്ട് ഇറക്കം ഇറങ്ങി വരികയും ലെഫ്റ്റ് സൈഡിൽ നിന്ന് വന്ന് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ ആക്രമിക്കാൻ ചാടിയ ഒരു രീതിയാണ്. എടുത്ത് എൻ്റെ വണ്ടി ഇടിച്ച് താഴെ കളഞ്ഞു. ഇപ്പോൾ 10 വർഷമായിട്ട് ഞാൻ അതിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യാത്രക്കാരിയാണ്. പക്ഷെ ഇതുവരെ ഉണ്ടായിട്ടില്ലായിരുന്നു. സ്കൂട്ടറിൽ നിന്നും തെറിച്ചു വീണ് ദേഹമാസകലം പരിക്കേറ്റ പ്രിയയെ നാട്ടുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചത്. കാട്ടുപന്നിയെ പേടിച്ച് റോഡിൽ കൂടി വാഹനം ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് പ്രിയയുടെ ഭർത്താവ് പ്രസാദ് പറഞ്ഞു. നല്ലപോലെ ഒരു കൃഷിയും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അതുപോലെ നല്ല വ്യക്തമായിട്ട് ഭയങ്കരമായിട്ടുണ്ട് കാര്യം. കപ്പയൊക്കെ എല്ലാവരും ഒരുമാതിരിപ്പെട്ട എല്ലാം കൃഷിക്കാരാണ്. അപ്പം പിന്നെ നേരത്തെ രാത്രിയിലൊക്കെ ഇറങ്ങത്തുള്ളൂ. ഇപ്പോൾ പകല് ഫുൾ ടൈം ഉണ്ട്. എപ്പോൾ വേണമെങ്കിലും ഉച്ചയ്ക്ക് എന്നാലും ചിലപ്പം മുറ്റത്തൂടെ ഒക്കെ നടക്കുന്നതാണ്. അതുപോലെ തന്നെ പന്നിയുണ്ട്. ഈ റോഡിൽ കൂടെ ഒക്കെ ബൈക്കുകാർക്ക് കൂടുതൽ, ബാക്കിയുള്ളവർക്കൊന്നും ഇടിച്ചാലോ കുഴപ്പമില്ലല്ലോ. ബൈക്കുകാർ ഇപ്പം ഭാഗ്യത്തിൻ്റെ രക്ഷപ്പെട്ടല്ലേ. ചിറ്റാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നഴ്സാണ് പ്രിയ. വീട്ടിൽ നിന്നും ജോലി സ്ഥലത്തേക്ക് പോകവേ വടശ്ശേരിക്കര ആങ്ങമൂഴി റൂട്ടിൽ ചിറ്റാറിന് സമീപം ജനവാസ മേഖലയിലാണ് കാട്ടുപന്നിയുടെ ആക്രമണമുണ്ടായത്. റിപ്പോർട്ടർ, പത്തനംതിട്ട.